നിന്റെ കയ്യിൽ ഒരു ഇടിവെട്ട് കേസ് വന്ന് വീണിട്ടുള്ളത് കേട്ടു. ഞാനിപ്പോ കയ്യോടെ കാണിച്ചു ബിജി ചേച്ചിയുടെ അടുത്ത് വന്നവരാരൊക്കെ നിങ്ങൾക്ക് ഞാൻ കാല് പിടിച്ചു തന്നിട്ടില്ലേ? എന്റെ മദാലസ മസാജ് എങ്ങനെയുണ്ട് ചോദിച്ചു നോക്ക്. ഞാൻ കാലുമേനെ തുടങ്ങാം. അത് കൊച്ചമ്മ പറയാതെ എനിക്കറിയില്ലേ. എങ്ങനെ ഉണ്ടായിരുന്നു ക്വിസ് ഞാൻ ചെയ്ത മസാജ് മദാലസ? എങ്ങനെയുണ്ട്? എനിക്കിഷ്ടായി. കൈ പണിയുടെ ഇടയ്ക്ക് പിടിക്കാൻ തരും, അതാണ് എനിക്കിഷ്ടം. ഞാൻ വിചാരിച്ച പോലല്ല. ആഹാ എന്നൊക്കെ പിടിക്കാൻ നന്നായിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു പിടിച്ചപ്പം? നീലാകെ കുളിര് കോരിയിട്ട് കേട്ടാ. ഒരു ഉമ്മാരോ? എനിക്കിപ്പോ ഉമ്മ തല്ലില്ലാട്ടോ ചേച്ചിയെ. നീ അപ്പഴേ വന്ന് ഒരു കിസ് കൂടെ. കൊതിപ്പിക്കല്ലേ ഭഗവാനെ. എന്നിങ്ങനെ കൊതിപ്പിക്കില്ലേ? എനിക്ക് ഇങ്ങനെ ഉമ്മ തരുമ്പോ ഭയങ്കര മൂടാ. എന്റെ കയ്യിലെങ്ങനെ ആയിരിക്കണം? മിനിമം ഒരു 500 ഡൈവേഴ്സ് കഴിഞ്ഞ് പിറ്റേ ദിവസം പെറ്റണിട്ടാണ്. വദനസുരം എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ പറയട്ടെ? അതിനാണ് വദനസുരം എന്ന് പറയുക. അറിയില്ലാത്ത പൊട്ടനിറങ്ങി പോട. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? നീ ഒരാഴ്ച ഖത്തറിലോട്ട് വാ, നമുക്ക് ഒരാഴ്ച ഇവിടെ മസാജ് ചെയ്യാം. ഓ, അത്ര വലിയ ബന്ധങ്ങളിലേക്ക് പോണോ ശിവൻകുട്ടി? റേഷൻ കട മറന്ന് മണ്ണെണ്ണ വാങ്ങണോ? ബിജി അവിടെ ഡോറിൽ പോയി നോക്കിയപ്പോൾ എന്താ പറഞ്ഞേ? ഞാൻ ഡോറിൽ പോയി നോക്കിയപ്പോ ആ പെണ്ണിങ്ങനെ നമുക്ക് ടർക്കി ഉണ്ട്. പെണ്ണിനെ കണ്ടിട്ട് എന്ത് സംഭവിച്ചു പറ ചേച്ചി. ഞാൻ അറിയാതെ അവന്റെ തേങ്ങ പൊതിച്ചതാ ചേച്ചി. എന്നിട്ട് ചെറുക്കൻ ചെറിയ ചെക്കനല്ലേ, സാധനം ഇത്ര ഉണ്ട്. ദൈവമേ ഇവിടെ നിന്ന് നാശമാക്കും. ഈ പെണ്ണിന് സുഖം കിട്ടിയപ്പോ പെണ്ണിങ്ങനെ ചെക്കന്റെ സാധനം, ആ തുമ്പത്തെ സാധനം ഇല്ലേ, ആ ഞരമ്പ് പൊട്ടി. അയ്യോ, അതുകൊണ്ട് തേങ്ങ പൊതിക്കുമ്പോ ശ്രദ്ധിക്കുക പെണ്ണുങ്ങള്. ഇവള് പറഞ്ഞതിലും കാര്യമുണ്ട്. ഈ ഇപ്പഴത്തെ ചെക്കന്മാർക്ക് തേങ്ങ പൊതിക്കാൻ ഭയങ്കര ഇഷ്ടാ. എനിക്ക് നല്ല ഇഷ്ടാ. എനിക്ക് നല്ല ഇഷ്ടാ. നമ്മള് ആകാംക്ഷയിൽ ഇങ്ങനെ പൊതിക്കും, പക്ഷെ പൊസിഷൻ മാറി എവിടെ പോയി കഴിഞ്ഞാൽ ചെക്കന് സാധനത്തിന് എന്തെങ്കിലും പറ്റും. 100% ഞാൻ യോജിക്കുന്നു. അപ്പൊ അതുകൊണ്ട് തേങ്ങ പൊതി സൂക്ഷിക്കുക. തേങ്ങ പൊതിക്കുക എന്ന് വെച്ചാൽ എന്താ? തേങ്ങ പൊതി എന്ന് പറഞ്ഞ തേങ്ങ പൊതിക്കണമെങ്കിൽ ഇവിടെ കോണ്ടാക്ട് ചെയ്യണം എല്ലാവരും കേട്ടോ. നന്നായിട്ട് തേങ്ങ പൊതിച്ചു തരും. കത്തിക്ക് ഇതിന് മൂർച്ച ഉണ്ടായാൽ മതി. ആളെ മാറ്റി കഷ്ടപ്പെട്ടത് വെറുതെ ആയി.